ഹായ് ഓൾ, ഇതൊരു കാരമൽ പായസത്തിൻ്റെ റെസിപ്പിയാണ്. സേമിയ പായസമാണ് ഇത്. എൻ്റെ ഒരു വേർഷനാണ്, ഞാൻ ചെയ്യുന്ന ഒരു രീതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു സേമിയ മിക്സ് എടുക്കാം. ഞാൻ എടുത്തിട്ടുള്ള ഈ മിക്സിനകത്ത് പഞ്ചസാരയൊക്കെ പൊടിച്ച് ചേർത്തിട്ടുള്ള ഒരു മിക്സാണ്. അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് നട്ട്സ് എടുത്തിട്ടുണ്ട്, പീൽ ഓഫ് ചെയ്തിട്ട് ബദാമും പിന്നെ നിലക്കടല പിന്നെ കിസ്മിസ്. ഒരു പാൻ വെച്ച് ചൂടാക്കി ഗീ ആഡ് ചെയ്ത് കൊടുക്കാം. ഗീ നന്നായിട്ടൊന്ന് മെൽറ്റായി വരുമ്പോഴത്തേക്ക് നമുക്കിതിനകത്തേക്ക് കിസ്മിസ് ഒഴികെയുള്ള നട്ട്സ് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒരു ചെറിയൊരു ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോഴത്തേക്കും നമുക്കിതിനകത്തേക്ക് കിസ്മിസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. കിസ്മിസ് ആഡ് ചെയ്തിട്ട് അതിങ്ങനെ ബൾജ് ചെയ്ത് അതായത് മുകളം പോലെ ഇങ്ങനെ കുമ്പളയായി വരണം. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കിയതിന് ശേഷം അത് മാറ്റി വയ്ക്കുക. പിന്നെ ഒരു പാൻ എടുത്ത് അത് സെയിം പാനിൽ തന്നെ ഒരു 2 സ്പൂണ് പഞ്ചസാര ഇട്ട് ഒന്ന് കാരമലൈസ് ചെയ്യുക. എൻ്റെ ആ മിക്സിനകത്ത് ഒരുപാട് പഞ്ചസാര ഉണ്ടായതുകൊണ്ടാണ് ഞാൻ മധുരം ഇങ്ങനെ ഇട്ടത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മധുരം ആവശ്യമാണെങ്കിൽ അതനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചും കൊടുക്കാം. അപ്പോൾ കാരമലൈസായി വന്നു കഴിയുമ്പോൾ ഇതിങ്ങനെ നന്നായിട്ടൊന്ന് ബബിൾസ് വരും. കുമിളകൾ കൂടുതൽ വരാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തതിൻ്റെ ശേഷം ഇതിനകത്തേക്ക് ഒരു 1/2 കപ്പ് പാലും കൂടി ഒഴിച്ചിട്ട് നമ്മളുടെ ആ ഡ്രൈ മിക്സിനകത്തേക്ക് ഈ മിക്സും കൂടി ആഡ് ചെയ്ത് മാറ്റി വെക്കുക. എന്നിട്ട് സെയിം അതേ പാനിൽ തന്നെ ഞാനിപ്പോൾ ഒരു 4 സ്പൂൺ എടുത്തിട്ടുണ്ട് സേമിയ 4 സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനകത്തേക്ക് ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ആഡ് ചെയ്തിട്ട് നന്നായി തീ കുറച്ച് വെച്ചിട്ട് നല്ലോണം വേവിച്ചെടുക്കുക. 1 കപ്പ് പാലും കൂടി ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ മാറ്റി വെച്ചിട്ടുള്ള ആ മിക്സും കൂടി ഇട്ടിട്ട് ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കാരമൽ പായസം റെഡിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ടും കൂടി ചെയ്യുക.